അശ്വതി, ഭരണി, കാർത്തിക ഈ 3 നക്ഷത്രങ്ങളുടെ ഒക്ടോബർ മാസ ജ്യോതിഷ ഫലങ്ങൾ. അശ്വതി, ഭരണി, കാർത്തിക ഈ 3 നക്ഷത്രങ്ങളും മേടം രാശിയിലാണ് വരുന്നത്. ഈ സമയം നിങ്ങൾക്ക് 7.5 ശനിക്കാലമാണ്. നിങ്ങളുടെ 12ാം ഭാവത്തിൽ ശനി നിലകൊള്ളുന്നു. നിങ്ങളുടെ കുടുംബജീവിതത്തിലും സാമ്പത്തിക സ്ഥിതിയിലുമൊക്കെ ശനിയുടെ ദൃഷ്ടി നേരിട്ട് പതിക്കുന്ന ഒരു സമയമാണ്. ശനിയുടെ ദൃഷ്ടി ഉള്ളതിനാൽ കുടുംബത്തിൽ പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടും. സാമ്പത്തിക സ്ഥിതി മെച്ചമാണെങ്കിലും കൈവശം പൈസ നിലനിൽക്കാത്ത ഒരവസ്ഥയായിരിക്കും. അനാവശ്യമായ ചിലവുകൾ ഉണ്ടാകും. ഈ ഒരു മാസം നിങ്ങളിലേക്ക് ആകസ്മികമായി ധനം വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. പക്ഷേ നിങ്ങളത് നോക്കിക്കണ്ട് വേണ്ട വിധത്തിൽ വിനിയോഗിക്കണം എന്ന് മാത്രം. അനാവശ്യമായ ചിലവുകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. ശനിയുടെ ദൃഷ്ടി ഉണ്ടെങ്കിലും വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹത്താൽ ഭാഗ്യാനുഭവങ്ങൾ കൈവരുന്നതായിരിക്കും. ശനീശ്വരന് വഴിപാടുകൾ നടത്തുന്നതും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനം ചെയ്യുന്നതും ശനീശ്വര മന്ത്രങ്ങൾ ചൊല്ലുന്നതുമൊക്കെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങളോട് വിരോധികളായിരുന്ന സഹോദരങ്ങളും മിത്രങ്ങളുമൊക്കെ അതൊക്കെ വിട്ടുമാറി നിങ്ങളിലേക്ക് അനുഭാവത്തോടു കൂടി വരുന്ന ഒരു സമയം ആയിരിക്കും. വൈവാഹിക ജീവിതത്തിൽ ശനിയുടെ ദൃഷ്ടി ഉണ്ടെങ്കിലും വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ഭാര്യാഭർത്തൃബന്ധം വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അച്ഛനമ്മമാരും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ തുടരുന്ന ഒരു സമയമായിരിക്കും. ആരോഗ്യപരമായി ഒക്ടോബർ മാസം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചമായിരിക്കും. ജോലിയുമായും വ്യാപാരവുമായും ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉള്ള ഒരു സമയമല്ല. ഈ 2 മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. കോടതിയുമായി ബന്ധപ്പെട്ട് കേസും പ്രശ്നങ്ങളുമൊക്കെ ഉള്ളവർക്ക് അനുകൂലമായ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ്. മേടം രാശിയുടെ 5ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും. പൂർണ്ണമായും നിങ്ങളുടെ ശ്രദ്ധ പഠിത്തത്തിൽ നിന്ന് വിട്ടുമാറി മറ്റു പല കാര്യങ്ങളിലേക്കും മാറുന്നതായിരിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കും. ഇനിയും മേടം രാശിയുടെ ഒക്ടോബർ മാസത്തെ ദൈനംദിന ഫലങ്ങൾ എങ്ങനെയാണെന്ന് പറയാം. ഒക്ടോബർ 1, 2, 3, 4, 5 ഈ തീയതികൾ വളരെ ശുഭ ദിവസങ്ങളായിരിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. യാത്രകൾ ചെയ്യേണ്ടതായി വരും. അത് അനുകൂല ഫലങ്ങൾ ഉളവാക്കും. ബിസിനസ്സുകാർക്ക് വരവ് കൂടുന്ന ദിവസങ്ങൾ ആയിരിക്കും. 6, 7 തീയതികൾ വളരെയധികം ശ്രദ്ധ വേണം. ഈ ദിവസങ്ങളിൽ കൊടുക്കൽ വാങ്ങൽ ചെയ്യാതിരിക്കുന്നത് നല്ലതായിരിക്കും. പൈസ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതും നല്ലതായിരിക്കും. ഈ 2 ദിവസങ്ങൾ റിസ്ക് ഉള്ള ദിവസങ്ങളാണ്. കൊടുക്കൽ വാങ്ങലും പൈസ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നഷ്ടത്തിൽ ചെന്ന് കലാശിക്കാൻ സാധ്യതയുണ്ട്. 8, 9, 10, 11, 12, 13 ഈ ദിവസങ്ങൾ വളരെ ശുഭ ദിവസങ്ങൾ ആയിരിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മാനാഭിമാനം, യശസ്, കീർത്തി, സമ്പത്ത് എന്നിവയെല്ലാം കൂടുന്ന ദിവസങ്ങളായിരിക്കും. കുടുംബസുഖം കൂടും. അതോടൊപ്പം തന്നെ സഹോദരങ്ങളുടെയും മിത്രങ്ങളുടെയും ഒക്കെ ഇടയിൽ നല്ല ബന്ധം നിലനിൽക്കുകയും ചെയ്യും. ഈ ദിവസങ്ങളിൽ വ്യാപാരികൾക്ക് നല്ല വ്യാപാരം നടക്കുകയും കൂടുതൽ ധനാഗമനം ഉണ്ടാകുകയും ചെയ്യും. 14, 15, 16 ഈ ദിവസങ്ങളിൽ പലവിധ ചിന്തകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കാം. ഈ ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. 17, 18 തീയതികൾ മേടം രാശിയിലുള്ള നിങ്ങൾക്കും മേടം രാശിയിലുള്ള വിദ്യാർത്ഥികൾക്കും വളരെ നല്ല ദിവസങ്ങളാകുന്നു. 19, 20 ഈ തീയതികളിൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ പെരുമാറ്റത്തിലുള്ള പാകപ്പിഴകൾ എന്തെങ്കിലുമൊക്കെ കലഹങ്ങൾ ഉണ്ടാക്കാൻ വഴിയൊരുക്കിയേക്കാം. 21, 22, 23 ഈ തീയതികൾ വിവാഹിതരായ മേടം രാശിക്കാർ അവരുടെ ജീവിത പങ്കാളിയുമായി വളരെയധികം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കഴിയുന്ന ദിവസങ്ങൾ ആയിരിക്കും.
നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ ഈ പറഞ്ഞ ദിവസങ്ങളിൽ വളരെ ഐക്യത്തോടു കൂടി ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുവാൻ സാധിക്കും. 24, 25 തീയതികളിൽ ആരോഗ്യപരമായി ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. യാത്രകൾ ഒഴിവാക്കുക, പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുക. ഈ ദിവസങ്ങളിൽ പുതിയതായി എന്തെങ്കിലും കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് നല്ലതല്ല. 26, 27, 28, 29, 30 ഈ ദിവസങ്ങൾ ഒക്ടോബർ മാസത്തെ നിങ്ങളുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരിക്കും. ഏറ്റവും ശുഭകരമായ ദിവസങ്ങളും ആയിരിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. മേഡം രാശിക്കാരുടെ ഒക്ടോബർ മാസത്തെ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി ഇടവൻ രാശി. കാർത്തിക അവസാനത്തെ 3 പാദം, രോഹിണി, മകയിരം ആദ്യത്തെ 2 പാദം. ഈ 3 നക്ഷത്രങ്ങളാണ് ഇടവൻ രാശിയിൽ വരുന്നത്. ഇടവൻ രാശിക്കാർക്ക് ഈ ഒരു സമയം ഒക്ടോബർ മാസത്തിൽ ശനിയുടെ ദൃഷ്ടിയില്ല, രാഹുവിൻ്റെ ദൃഷ്ടിയില്ല, വ്യാഴഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയില്ലാത്ത ഒരു മാസമായതിനാൽ ഈ ഒരു മാസക്കാലം നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമായിരിക്കും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉള്ള ഒരു മാസം ആയിരിക്കും. കേതു നിങ്ങളുടെ 4ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ കുടുംബജീവിതത്തിൽ അല്പം സുഖക്കുറവിനും മാനാഭിമാനം, യശസ്, കീർത്തി ഇവയ്ക്കൊക്കെ അല്പം മങ്ങലേൽക്കാനും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു മാസമാണ്. ആരോഗ്യപരമായും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നല്ല രീതിയിലുള്ള ആരോഗ്യം നിലനിൽക്കും. 18 ഒക്ടോബറിന് ശേഷം വ്യാഴഗ്രഹം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുന്നതിനാൽ സഹോദര ബന്ധങ്ങളൊക്കെ ഒന്നുകൂടി ദൃഢമാകുകയും പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പ്രോപ്പർട്ടിയുടെ കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. കോടതിയുമായി ബന്ധപ്പെട്ട കേസുകൾക്കും വഴക്കുകൾക്കുമൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. ശത്രുക്കൾക്കൊക്കെ ക്ഷീണമുണ്ടാകും. നിങ്ങൾ ശത്രുക്കളിൽ വിജയം കൈവരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒക്ടോബർ മാസം നിങ്ങൾക്ക് ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു മാസമാണ്. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. വ്യവസായികൾക്ക് നല്ല രീതിയിലുള്ള വ്യാപാരം നടക്കുകയും അതിനാൽ നല്ല രീതിയിലുള്ള ധനാഗമനം ഉണ്ടാവുകയും ചെയ്യും. ഒക്ടോബർ മാസം ഇടവൻ രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ഇടവൻ രാശിയിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു മാസമായിരിക്കും. ഒക്ടോബർ മാസം ഇടവൻ രാശിക്കാർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ, ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ യാതൊരുവിധ പരാജയങ്ങളും ഈ മാസം നിങ്ങൾക്ക് നേരിടേണ്ടതായി വരികയില്ല. ഇനിയും ഇടവൻ രാശിക്കാരുടെ ദൈനംദിന ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒക്ടോബർ 1-ാം തീയതി ആരോഗ്യപരമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അതുകൊണ്ട് അനാവശ്യമായ യാത്രകളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. 2, 3, 4, 5, 6, 7 ഈ ദിവസങ്ങൾ വളരെ നിങ്ങൾക്ക് അനുകൂലമായ ദിവസങ്ങളായിരിക്കും. ഭാഗ്യാഭിവൃദ്ധി, പദോന്നതി, ധനാഭിവൃദ്ധി എന്നിവയെല്ലാം കൈവരുന്ന സമയമായിരിക്കും. വ്യാപാരികൾക്ക് നല്ല രീതിയിലുള്ള വ്യാപാരം നടക്കുകയും അതിൽ കൂടി ധനാഗമനം ഉണ്ടാകുകയും ചെയ്യും. നല്ല രീതിയിലുള്ള വരുമാന മാർഗം ഉണ്ടാകും. 8, 9 തീയതികളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. 8, 9 തീയതികൾ നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യരുത്. ഈ 2 ദിവസങ്ങളിൽ പണം അടയ്ക്കുന്നതും പണമിടപാടുകൾ നടത്തുന്നതും കൊടുക്കൽ വാങ്ങൽ ഒക്കെ നടത്തുന്നതും നിങ്ങൾക്ക് നഷ്ടങ്ങൾക്ക് ഇടവരുത്തിയേക്കാം. അതുപോലെ തന്നെ അനാവശ്യമായ ചിലവുകൾ ഉണ്ടാകാനും ഇടവരുത്തിയേക്കാം. 10, 11, 12, 13, 14, 15, 16 ഈ 7 ദിവസങ്ങൾ ഒക്ടോബർ മാസത്തിലെ നിങ്ങളുടെ അതിശ്രേഷ്ഠമായ ദിവസങ്ങൾ ആയിരിക്കും. ഈ ദിവസങ്ങളിൽ സ്ഥാനമാനം, അംഗീകാരം, സമ്പത്ത് എന്നിവയെല്ലാം കൂടുന്ന ദിവസങ്ങളായിരിക്കും. കുടുംബത്തിൽ നല്ലൊരു അന്തരീക്ഷം നിലനിൽക്കും. സന്തോഷത്തിൻ്റെ ഒരു നല്ല അന്തരീക്ഷം നിലനിൽക്കും. സഹോദരങ്ങളുമായും മിത്രങ്ങളുമായുമൊക്കെ നല്ല രീതിയിലുള്ള സ്നേഹബന്ധം പുലർത്തുന്ന സമയമായിരിക്കും.
17, 18 തീയതികൾ പലവിധ ചിന്തകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും. ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. 19, 20 തീയതികൾ വിദ്യാർത്ഥികൾക്ക് നല്ല ദിവസങ്ങളായിരിക്കും. വളരെയധികം താല്പര്യത്തോടു കൂടി പഠിക്കുന്നത് നല്ലതായിരിക്കും. 21, 22, 23 തീയതികൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിയന്ത്രിക്കുക. നിങ്ങളുടെ സംസാര രീതികളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. അത് പ്രശ്നത്തിനും കലഹത്തിനും കാരണമായേക്കാം. 24, 25 ജീവിത പങ്കാളികൾക്കൊക്കെ നല്ല ദിവസങ്ങളാകുന്നു. 26, 27, 28, 29, 30, 31 ഈ 6 ദിവസങ്ങൾ നിങ്ങൾക്ക് നല്ല ശുഭ ദിവസങ്ങളായിരിക്കും. ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും 26, 27, 28 ഈ 3 ദിവസങ്ങളിൽ ആരോഗ്യപരമായി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ശിവാരാധന ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒക്ടോബർ മാസം ഇടവൻ രാശിക്കാർക്ക് ശുഭാനുഭവങ്ങൾ കൂടുതലുള്ള മാസമായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.